വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ ലാവയുടെ റെസിപ്പിയാണ്. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് ചിക്കൻ ലാവ. അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇനി കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് എല്ലില്ലാത്ത ചിക്കൻ പീസസ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് സോയ സോസും കോൺഫ്ലോറും മാത്രം വെച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. വേറെ ഒന്നും ചേർക്കണ്ട, ഉപ്പ് പോലും ചേർക്കണ്ട. കാരണം സോയ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ നമുക്കിതിലോട്ട് ഒരുപാട് ഉപ്പൊന്നും ആവശ്യമില്ല. അപ്പം 1 ടേബിൾ സ്പൂൺ സോയ സോസും 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഒരു 300 ഗ്രാംസ് ഉണ്ടാവുള്ളൂ കേട്ടോ ചിക്കൻ്റെ ഫില്ല് ചെറിയ കഷ്ണങ്ങളാക്കിയത്. പിന്നെ നമുക്കിതിലോട്ടൊരു സോസ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഹോട്ട് ചില്ലി സോസാണ്. അപ്പം ഹോട്ട് ചില്ലി സോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും കാശ്മീരി ചില്ലി പൗഡറും ചില്ലി ഫ്ലേക്സും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മൾ ഹോട്ട് ചില്ലി സോസിന് പകരം യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ആദ്യം ഹോട്ട് ചില്ലി സോസ് ഒരു 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ മയണീസ് അതൊരു 2 ടേബിൾ സ്പൂണൊക്കെ എടുത്തോളൂ. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ടുണ്ട്. കെച്ചപ്പ് ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചേർക്കണ്ട കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സോസ് കേട്ടോ. ഇതിനിപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ്സും വേണമെന്നൊന്നുമില്ല. എല്ലാം ഒരു പാകത്തിന് എടുക്കുക. എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്താണ് കുറവ് അത് കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഒരു ഓറഞ്ച് കളർ സോസ് ആയിരിക്കും റെഡി ആവുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചൊരു മധുരത്തിന് കുറവുണ്ടായിരുന്നു. എരിവ്, പുളി, മധുരം ഇതെല്ലാം പാകാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 2-3 ടീസ്പൂൺ പാലും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. മുമ്പ് ചിക്കൻ ലാവയുടെ റെസിപ്പി ഷെയർ ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു സോസിന് പകരം ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പും റെഡ് ചില്ലി സോസൊക്കെ ആയിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് പകരമാണ് നമ്മളിത് സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഇനി അത് കുക്ക് ചെയ്യണ്ടല്ലോ വൈറ്റ് സോസ്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് ഫ്രഞ്ച് ഫ്രൈസ് വേണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ വീട്ടിലുണ്ടാക്കാം. ഞാനിപ്പം സ്റ്റോർ ബോട്ടാണ്. കാരണം നമ്മളിപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ നിന്നാൽ ഒരുപാട് ടൈം എടുക്കും. ഇതിപ്പോൾ നമുക്ക് കുറച്ച് നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ അതിലോട്ട് മൊസറല്ല ചീസും വേണം. അതുപോലെ തന്നെ ചെഡാർ ചീസും എടുത്തിട്ടുണ്ട്. അത് ബ്രാൻഡ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം യെല്ലോ കളർ ചീസായിരിക്കും ചെഡാർ ചീസ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് മെയിനായിട്ട് ചീസ് തന്നെയാണ്. പിന്നെ ചീറ്റോസും കൂടി വേണം. അതൊന്നും ഗാർണിഷിങ്ങിനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഓയിലിൽ നമ്മൾ സാധാ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഫ്രൈ ആക്കുന്ന പോലെ നല്ല ക്രിസ്പായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം ഈ പൊട്ടാറ്റോ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് അങ്ങനെ ക്രിസ്പായിട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്നത് തന്നെ കേട്ടോ. അപ്പം ഞാനിപ്പം 2 ബൗളിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം 2 ബൗളിലേക്കുള്ള ഫ്രഞ്ച് ഫ്രൈസാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് നിങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മാക്രോണി ഇതുപോലെ വേവിച്ചിട്ട് ഒരു ലെയറായിട്ട് മാക്രോണി ഇട്ട് കൊടുക്കാം ഫ്രഞ്ച് ഫ്രൈസിന് പകരം. ഇനി അടുത്തത് നമുക്ക് ഈ ചിക്കന് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഈ ചിക്കന് നല്ല ക്രിസ്പായിട്ടുള്ള ചിക്കനായിരിക്കും. ഇതിൽ നമ്മൾ അധികം ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല പാക ഉപ്പിലൊക്കെയുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ ആയിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ചീസിൽ ഓൾറെഡി ഉപ്പുണ്ടാകും. അതുകൊണ്ടാണ് ചിക്കനിൽ ഉപ്പ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പ് ചേർത്താൽ ഓവറോളായിട്ട് ഭയങ്കര ഉപ്പ് ഫ്ലേവറായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇതുപോലത്തെ ഡിഷുകളിലൊന്നും ഉപ്പ് അധികം കൂടുതൽ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ചിക്കനിൽ ഉപ്പ് ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ചിക്കന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പായിട്ടാണ് ഫ്രൈ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ബ്ലെൻഡിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് ചീറ്റൂസ് ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കുക. നമുക്ക് ലാസ്റ്റ് ഗാർണിഷിങ്ങിനാണ് വേണ്ടത്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഇതെല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റ് ചെയ്യുന്ന മീൻസ് ഇതിൽ നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടല്ലോ, അത് മൺചട്ടി ഉണ്ടെങ്കിൽ അതിലെടുക്കാം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബൗൾ ഉണ്ടെങ്കിൽ അതെടുക്കാം, ഗ്ലാസ് ബൗൾ എന്തെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. ഞാനിപ്പം ഇതിലാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പാത്രത്തിലാണ് നമുക്ക് സെർവ് ചെയ്യുന്നവർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ഉള്ള 2 പാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്ന് വലുതൊന്ന് ചെറുതുമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തയ്യാറാക്കിയുള്ള ആ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലാണ് നമ്മൾ ചിക്കൻ ടോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിൽ കുറച്ചുകൂടെ സോസ് ഒഴിച്ച് കൊടുക്കുക. ഈ സോസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഡ്രൈ ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ സോസ്. പിന്നെ ആ ഒരു ടേസ്റ്റിനും കൂടിയാണ്. പക്ഷേ സോസ് ഭയങ്കര കട്ടിയിലാവാൻ പാടില്ല. കുറച്ചൊരു ലൂസിൽ തന്നെ വേണം കേട്ടോ. അതാ ഈ കാണിക്കുന്ന ലൂസിൽ തന്നെ വേണം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയത് മുകളിൽ ലെയർ ചെയ്ത് കൊടുക്കാം.
അപ്പം ചിക്കൻ 2 ബോളിലും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഫ്രൈ ആക്കിയത് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ നമുക്ക് മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ ഈ ഒരു ഡിഷിൽ മെയിനായിട്ടുള്ള സംഭവം ചീസ് തന്നെയാണ് കേട്ടോ. ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര നല്ലൊരു ഡിഷാണ്. ഇവിടെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ചീസിൻ്റെ മുകളിൽ ഞാൻ കുറച്ചുകൂടെ സോസ് നേരത്തെ റെഡിയാക്കിയുള്ള സോസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം ചീസ് ഇത്രയും ചീസ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം അധികം ചീസ് ചേർക്കുന്നില്ല. റൂയിമോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ മക്കൾക്ക് ചീസ് ദഹിക്കില്ല, വലിയ ആൾക്കാർക്ക് നല്ലതുമാണ്. അപ്പോൾ അതാ ചീസ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മളത് സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. ഒരു 5-8 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ആ ചീസ് മെൽട്ടാവുന്ന വരെ നന്നായിട്ട് മെൽട്ടായിക്കോട്ടെ കേട്ടോ. എന്നാലും നമ്മുടെ ആ ഒരു ലുക്ക് ശരിയാവുള്ളൂ, അതുപോലെ തന്നെ ആ ഒരു ടെക്സ്ചറും ശരിയാവുള്ളൂ. നല്ലോണം മെൽട്ടാവണം. അപ്പം ചീസ് മെൽട്ടായ ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചീറ്റൂസ് പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. അത് കാണാനുള്ള ഭംഗിക്ക് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചീറ്റൂസ് മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പം അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ ചീറ്റൂസ്. പക്ഷേ കളറും എല്ലാം കൂടി ആകുമ്പോഴും എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്ത തന്നെ നല്ലത്. ബാക്കിയൊക്കെ പിന്നെ കുഴപ്പമില്ലല്ലോ കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ചിക്കൻ ലാവ. നല്ല ചീസ് ലോഡഡ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും, ഉറപ്പായിട്ടും ഇഷ്ടമാവും. ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഇതുണ്ടാക്കിയതേ കണ്ടോളൂ. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ്. ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഷ് കേട്ടോ. ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഞാൻ ചീറ്റൂസ് ഒന്നും ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരു ചീസിൻ്റെ സ്ലൈസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കാൻ മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.